ഇതാണ് കരിമേ വീട്. വീടിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഒരു പുറം ഇവിടെ ഞാൻ ഈ റോഡിനോട് ചേർന്നിട്ട് ഇതാ റോഡിട്ടാ ആ കാണുന്ന കോൺക്രീറ്റിൻ്റെ അത് കാണുന്നില്ലേ, മുതലിൻ്റെ ഇപ്പുറം റോഡാണ്. ആ റോഡിനോട് ചേർന്നിട്ട് ഉള്ള ഈ ഭാഗമാണ് കുട്ടികൾക്ക് വീട് വെക്കാൻ കൊടുക്കാതെ പറഞ്ഞ സ്ഥലം. ഇവിടെ നമ്മളുടെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇതാ നമ്മുടെ വീടിൻ്റെ പിന്നെ വടക്ക് അടുക്കള ഭാഗം. ഇതാ ഇത് കണ്ട ഇപ്പൊ ഞാൻ അടുക്കളുടെ അകം ഉണ്ണി കളിക്കാനുള്ള സാധനം പരത്തിട്ടിരിക്ക. കുട്ടിനെ കളിക്കലേ ഇതാണ് നമ്മളുടെ കൊട്ടാരം. ഉമ്മറം മുഖം വീടിന്റെ ഞാന് നസീറാണ്, ഖത്തറിലിരുന്ന് വിളിക്കുകയാണ്. മുഹമ്മദ് നസീർ. എന്റെ പേര് മുഹമ്മദ് നസീർ. ഞാൻ ഖത്തറിലിരുന്ന് വിളിക്കുകയാണ്. ഞാന് ഇക്കാലം ഒരു മെസ്സേജ് കണ്ടായിരുന്നു, ഇതുപോലെ സഹോദരങ്ങൾക്ക് മരണപ്പെട്ടു പോയ മക്കൾക്ക് 5 സെന്റ് സ്ഥലം കൊടുക്കാന്നുള്ളത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇക്കാര്യം വിളിച്ചതാണ്. നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പൊന്നാനി താലൂക്കിലെ ടൗണൂർ നിയോജകമണ്ഡലം എടപ്പാൾ പ്രദേശം. ഓക്കെ അക്കാ. അപ്പൊ നമ്മള് ആ കുട്ടിയുടെ ആ വിഷമം കണ്ടുനോക്കുമ്പോ നമുക്ക് എന്താ വെച്ചാല്, പിന്നെ ആ ഒരു 10-14 വയസ്സൊരു പയ്യന് സ്വന്തം പിതാവിന്റെ കബറിടത്തിനെ കുഴി വെട്ടുന്നത് നമ്മുടെ ലോകത്തന്നെ ചിലപ്പോ ഒരു തീർച്ചയായിട്ടും അതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കയറും. തീർച്ചയായിട്ടും അത് കണ്ടപ്പോഴത്തേക്ക് കണ്ണീരാണ് വന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് ഇരു ലോകത്തും അള്ളാഹു നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നിങ്ങളെ കുടുംബത്തിനെയും അതുപോലെ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ ലോകത്തുള്ള എല്ലാവരെയും ദുആ ബറക്കത്ത് നിങ്ങൾക്ക് ഉണ്ടാവും ഇക്ക. അതെ, ഞാൻ എന്റെ കണ്ടുമ്പോ എനിക്ക് എന്റെ മക്കൾക്കാണ് ഗതികേട് വന്നെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത വലിയൊരു നല്ല കാര്യമാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും. ഞാന് പിന്നെ സ്വന്തമായിട്ട് കുറച്ച് ഭൂമി ഉണ്ടെന്നല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും. നമ്മളൊരു കൃഷി പാടത്ത് ഭൂമി എടുത്തിട്ട് കൃഷി ചെയ്യുന്ന അന്നൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ പോക്കറ്റ് ഭാരവാഹിയാണ്, പിന്നെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. പക്ഷേ പിന്നെ എനിക്ക് അത് കണ്ടുനോക്കുമ്പോഴേ നമുക്ക് വീടില്ലാത്തത് മറ്റൊരു വിഷയം. പക്ഷെ നമ്മുടെ സമയമായിട്ടുണ്ടാവില്ല. പക്ഷെ ആ കുട്ടികളുടെ വിഷമം കണ്ടുനോക്കുമ്പോ എനിക്ക് തോന്നിയത് എന്റെ മക്കൾക്കാണ് ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ എന്താവും. തീർച്ചയായിട്ടും അള്ളാഹു ഇതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും. ഞാന് ആ കുട്ടികൾക്ക് വരാൻ തയ്യാറാണ്, ഞാൻ കൊടുക്കാൻ തയ്യാറാന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചാരിറ്റി പ്രവർത്തകനാണ്, ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ പൊന്നാനി കിടക്കുന്ന നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ജാതിയും മതവും നോക്കാതെ ഈ കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നിങ്ങളെ മക്കളെ പോലെ നിങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞല്ലോ. അതില് വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത് അറിയാം, മലപ്പുറത്തിന് മറ്റുള്ളവർ വെറുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മലപ്പുറത്തുള്ള സ്നേഹം എന്ന് പറയുന്നത്, ഞാനും അവിടെ വന്നിട്ടുള്ളതാണ്. ഞാനിവിടെ ബിസിനസ് ഞങ്ങള് എല്ലാം കൂടെ ചെയ്തിട്ടുള്ളതാണ്. മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയും മതവും നോക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് അവിടെ ഉള്ളത്. അള്ളാഹു മലപ്പുറത്തുള്ള എല്ലാ ജനങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പാർട്ടിയെല്ലാം നോക്കാനുണ്ട്. എന്റെ പേര് മുഹമ്മദ് നസീർ. ഞാൻ ഖത്തറിലാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. നമുക്കൊരു ചാരിറ്റി ഗ്രൂപ്പ് തന്നെ ഉണ്ട്. സാജൻ കേച്ചേരി, അതുപോലെ തന്നെ നമ്മളെ ഷമീർ കുന്നമംഗലം, ജഗദീഷ് അത്തിപ്പറ്റ, ഷെരീഫ് പനകുളം, റഫീഖ് കാലത്തൂര്, അങ്ങനെ ഈ ചാരിറ്റി പ്രവർത്തകർ എല്ലാരും കൂടെ ഒരുമിച്ച് കൊണ്ട് ഞങ്ങൾ ഒരു നല്ല രീതിയിൽ പെട്ടെന്ന് വരുന്ന വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ സഹായം എത്തിക്കാൻ കഴിയുമല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് കാര്യവും ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഡ്രൈവറാണ്. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയം മൊത്തം ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയാണ് സമയം ചെലവാക്കുന്നത്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചാരിറ്റിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇക്കാരായ വോയിസും അതുപോലെ തന്നെ ഇത് ഞാൻ ആ ഫോട്ടോയിൽ ഉൾപ്പെടുത്തി ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറാക്കി പെരുമാറട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. ഓക്കെ. ഇതാണ് കരിമേ വീട്. വീടിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഒരു പുറം ഇവിടെ ഞാൻ ഈ റോഡിനോട് ചേർന്നിട്ട് ഇതാ റോഡിട്ടാ ആ കാണുന്ന കോൺക്രീറ്റിൻ്റെ അത് കാണുന്നില്ലേ, മുതലിൻ്റെ പുറം റോഡാണ്. ആ റോഡിനോട് ചേർന്നിട്ട് ഉള്ള ഈ ഭാഗമാണ് കുട്ടികൾക്ക് വീട് വെക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നമ്മളുടെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞത്.